ഓം നമോ നാരായണായ. ഹനുമൽ സീതാ സംവാദം എന്ന ഭാഗത്തിലെ വരികളും അവയുടെ അർത്ഥവുമാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. ഇന്ന് ഈ രാക്ഷസിയുടെ ഇടയിൽ ഒരു കുടിലിൽ കഷ്ടപ്പെടുകയും എനിക്ക് സ്വന്തമായിട്ട് ആരും തന്നെ ഇവിടെയില്ല. ഇവിടെ മരണം വന്നതിനു മരിക്കുന്നത് പോലും വഴി കാണുന്നില്ല. മനുഷ്യവീരനായ ശ്രീരാമൻ എന്നെ മറന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഉടൻ തന്നെ ഞാൻ ജീവൻ ഉപേക്ഷിക്കുകയാണ്. ശ്രീരാമൻ വളരെയധികം ദയയില്ലാത്തവനായി മാറിയിരിക്കുന്നു. മനസ്സിൽ വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ഓർത്ത് അതിയായ സങ്കടത്തോടെ വളരെ പതുക്കെ അത്യധികം ആകുലതയോടെ എഴുന്നേറ്റ് നിന്ന് വിറയ്ക്കുന്ന ഹൃദയത്തോടെ ഭർത്താവായ ശ്രീരാമനെ വീണ്ടും വീണ്ടും ഓർത്ത് താഴേക്ക് താണു കിടന്നിരുന്ന ഒരു അശോകമരത്തിൻ്റെ ചില്ലയെ ഭയത്താലും പരവശതയാലും വിറച്ചുകൊണ്ട് താങ്ങായി പിടിച്ച് കണ്ണീരും ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ട് കരയുവാൻ, അതായത് വിലാപിക്കുവാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ വായുപുത്രനായ ഹനുമാൻ മനസ്സിൽ പല കാര്യങ്ങളും ആലോചിച്ച് ശ്രദ്ധയോടെ പാർത്തു നിന്നുകൊണ്ട് പതുക്കെ സംസാരിച്ചു തുടങ്ങി. ലോകത്തിന്റെ നിർമ്മലമായ കണ്ണുപോലെ വിളങ്ങുന്ന സൂര്യവംശത്തിലെ ദശരഥ മഹാരാജാവിന് ജനിച്ച പുത്രന്മാരായി കാമദേവന് തുല്യം സുന്ദരന്മാരായ 4 പേരുണ്ട്. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരാണവർ. രാക്ഷസകുലത്തിന്റെ നാശത്തിന് കാരണഭൂതനായ രാമൻ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വനത്തിൽ വസിച്ചു പോന്നു. ജനകരാജാവിന്റെ മകളായ സീതയോടും അനുജനായ ലക്ഷ്മണനോടുമൊപ്പം ബഹുമാനത്തോടെ അവിടെ വെച്ച് സീതാദേവിയെ രാവണൻ വ്യാജ സന്യാസിയുടെ വേഷം ധരിച്ച് തട്ടിക്കൊണ്ടുപോയി. സീതയെ കാണാതെ സങ്കടപ്പെട്ട് രാമനും അനുജൻ ലക്ഷ്മണനും വനത്തിൽ അതിവേഗം തിരഞ്ഞു നടക്കുമ്പോൾ ജീവനറ്റു മന്ദം വീണ് കിടക്കുന്ന ജടായു എന്ന പക്ഷിയെ കണ്ടു. അവന് മോക്ഷം നൽകി ശേഷം ആ ശ്രീരാമൻ പർവ്വതത്തിന്റെ അരികിലൂടെ നടക്കുന്ന സമയത്ത് സൂര്യപുത്രനായ സുഗ്രീവനുമായി ഉടൻ തന്നെ സൗഹൃദത്തിലായി. പെട്ടെന്ന് തന്നെ ഇന്ദ്രപുത്രനായ ബാലിയെ വധിക്കുകയും ചെയ്തു. തുടർന്ന് സുഗ്രീവൻ വാനര രാജാവിന്റെ സ്ഥാനമേറ്റു. ആ ഉപകാരത്തിന് പ്രത്യുപകാരമായി സുഗ്രീവനും ഉടൻ തന്നെ വാനര ശ്രേഷ്ഠന്മാരെ വേഗത്തിൽ 4 ദിക്കുകളിലേക്കും സീതയെ കണ്ടുപിടിക്കാൻ പറഞ്ഞയച്ചതിനു ശേഷം ആ വാനരന്മാരിൽ ഒരാളായി ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. പുണ്യവാനായ സമ്പാദിയുടെ വാക്കുകൾ കേട്ടാണ് ഞാൻ വന്നത്. 100 യോജന വിസ്താരമുള്ള മഹാസമുദ്രത്തെ ഞാൻ ഭംഗിയായി ചാടിക്കടന്നു. രാക്ഷസ നഗരമായ ലങ്കയിൽ മുഴുവൻ ഞാൻ തിരഞ്ഞു. രാത്രിയിൽ പിതാവായ വായുഭഗവാന്റെ അനുഗ്രഹത്താൽ മരങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ വിശിഷ്ടമായ അശോകമരവും അതിൻ്റെ ചുവട്ടിൽ അവിടുത്തെയും, അതായത് സന്തോഷത്തോടെയും ദയയോടെയും കണ്ട് ഞാൻ ധന്യയായി തീർന്നു. ആഗ്രഹിച്ച ലക്ഷ്യം നേടിയതിൽ ഞാൻ കടമ നിർവഹിച്ചവനായി. ഭഗവാൻ ശ്രീരാമന്റെ ദാസന്മാരിൽ പ്രധാനിയാണ് ഞാൻ. എൻ്റെ ഭാഗ്യം എത്ര വലുതാണ്! എൻ്റെ ഭാഗ്യത്തിന് നമസ്കാരം. വാനര ശ്രേഷ്ഠനായ ഹനുമാൻ ഇത് പറഞ്ഞു നിർത്തി. അതിനുശേഷം ഒരു നിമിഷം ചലിക്കാതെ അവൻ ആ മരത്തിൽ തന്നെ ഒളിച്ചിരുന്നു. എന്താണിത്? രഘുവംശ ശ്രേഷ്ഠനായ ശ്രീരാമന്റെ ചരിത്രം ക്രമമായി എൻ്റെ മുകളിൽ ആകാശമാർഗത്തിൽ നിന്നും മനോഹരമായി ആരാണ് കേൾപ്പിച്ചത്? വായു ഭഗവാൻ ദയോടെ പറഞ്ഞു, കേൾപ്പിച്ചതാണോ? അതോ പാപിയായി എൻ്റെ മനസ്സിന് തോന്നിയ ഭ്രാന്തമാണോ എന്ന് സീതാദേവി വിചാരിച്ചു. വളരെ ദീർഘകാലമായി ഇവിടെ ഒട്ടും ഉറങ്ങാതെ ഞാൻ ഒരു സ്വപ്നം പോലും കാണാൻ ഇടയായിട്ടില്ലല്ലോ. അതുകൊണ്ട് രസകരമായ ഭർത്താവിൻ്റെ ചരിത്രം ചെവികൾക്ക് അമൃത് പോലെ എനിക്ക് കേൾക്കാൻ സാധിച്ചത് സത്യമായിരിക്കണേ എൻ്റെ ദൈവമേ. ഏതെങ്കിലും ഒരു പുരുഷനാണ് ഇത് എന്നോട് പറഞ്ഞതെങ്കിൽ അവൻ എൻ്റെ മുൻപിൽ വന്ന് നേരിട്ട് പ്രത്യക്ഷപ്പെടണേ എന്ന് സീത പ്രാർത്ഥിച്ചു. ജനകരാജാവിൻ്റെ മകളായ സീതയുടെ ഈ വാക്കുകൾ കേട്ട് ഹനുമാൻ സന്തോഷത്തോടെ മെല്ലെ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. വിനയത്തോടെ സീതാദേവിയുടെ താമരമലർ പോലുള്ള പാദങ്ങൾക്കരികിൽ ഭക്തിയോടെ താണു വീണ് നമസ്കരിച്ചു. കൈകൂപ്പി അല്പം അകലെ മാറി അവൻ വേഗത്തിൽ നിന്നു. സന്തോഷത്തോടെ ചെറിയൊരു കുരുവിയുടെ, അതായത് ചാതക പക്ഷിയുടെ ശരീരമെടുത്ത് ഇവിടെ രാക്ഷസ രാജാവായ രാവണൻ വാനരന്റെ വേഷം ധരിച്ച് എന്നെ പറ്റിക്കാനായി വന്നിരിക്കുകയാണോ? അയ്യോ ദൈവമേ, ഇതെന്താണ് എന്ന് വിചാരിച്ച് സീതാദേവി മനസ്സിൽ ഭയപ്പെട്ട് മാറി നിന്നു. ഇത് 10 തലയുള്ള രാവണന്റെ തന്ത്രമാണെന്ന് കരുതി തല കുനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു, അഖിലാണ്ട നായികയായ അമ്മേ, അവിടുത്തെ താമരപാദങ്ങളിൽ ഞാൻ അഭയം തേടുന്നു.
എന്നെക്കുറിച്ച് മനസ്സിൽ തെല്ലും സംശയിക്കേണ്ടതില്ല. ഞാൻ അവിടുത്തെ ദാസനാണ്. താങ്കൾ കരുതുന്നത് പോലെ ദുഷ്ടനല്ല. കോസല രാജാവായ ശ്രീരാമന്റെ ദാസനാണ് ഞാൻ. സുമുഖിയായ ദേവി വാനരകുല ശ്രേഷ്ഠനും സൂര്യപുത്രനുമായ സുഗ്രീവന്റെ ഭൃത്യനും വായുപുത്രനുമാണ് ഞാൻ. ആരോടും ഒരു തരത്തിലുമുള്ള ചതി ചെയ്യാൻ ഞാൻ അറിയുക പോലുമില്ല. പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചതിക്കില്ല അമ്മേ. ഹനുമാന്റെ മനോഹരവും മധുരവുമായ വാക്കുകൾ കേട്ട ഉടൻ ലക്ഷ്മി ദേവിയായ സീതാദേവി ബഹുമാനത്തോടെ ഇപ്രകാരം ചോദിച്ചു. ഈ വിധം മൃദുവും വ്യക്തവുമായ അക്ഷരങ്ങളോടെ സാരം നിറഞ്ഞ വാക്കുകൾ തെളിഞ്ഞു സംസാരിക്കുന്നവൻ വളരെ അപൂർവമാണ്. ദയവായി പറയൂ, മനുഷ്യനും വാനരന്മാരും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടാനും സൗഹൃദത്തിലാകാനും ഈ അഗാധമായ വനത്തിൽ വെച്ച് എന്താണ് കാരണമെന്ന്. ദയാസമുദ്രവും വാനരശ്രേഷ്ഠനുമായവനെ, ശ്രീരാമൻ എന്നോട് വളരെയധികം സ്നേഹമുണ്ടെന്ന് എന്നോട് പറഞ്ഞതിന് കാരണവും നീ വ്യക്തമായി പറഞ്ഞു തന്നാലും. മനോഹരമായ മുഖമുള്ളവളെ, മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായി കേട്ടാലും മംഗളസ്വരൂപിണിയായ അമ്മേ, ശ്രീരാമദേവനെ തന്നെയാണ് ആണയിട്ട് പറയുകയാണ്. ഇത് സത്യമാണ്. അവിടുന്ന് ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് പല ആശ്രമങ്ങളിലും ആരണ്യങ്ങളും വസിക്കുമ്പോൾ വനത്തിൽ വസിച്ചിരുന്ന ആ കാലത്ത് ഒരു പൊന്മാൻ വന്ന് ആഗ്രഹമുണർത്തിയപ്പോൾ ആ മാനിന് പിറകെ ശ്രീരാമൻ പോയി. മൂർച്ചയുള്ള അമ്പുകളും വില്ലുമായി അടുത്തു ചെന്ന് അധമനായ മാരുജനെ ശ്രീരാമൻ വധിച്ചു. ഉടൻ തന്നെ കുടിലിൽ നിലനിൽക്കുന്ന ആ വനഭാഗത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവിടെ നടന്ന സംഭവം സീതയെ കാണാതായത് വിവരിക്കുവാൻ കഴിയുന്നതാണോ? ഉടൻ തന്നെ കാടിൻ്റെ പല ഭാഗത്തും തെരഞ്ഞു നോക്കി. കണ്ണീരൊഴുക്കി തിരിഞ്ഞു നടന്ന് വലയുന്ന സമയത്ത് അഗാധമായ കാട്ടിൽ ഗരുഡന് തുല്യനായ പക്ഷിശ്രേഷ്ഠൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജടായുവിനെ കണ്ടു. അവൻ തൻ്റെ മുഖത്താൽ അവിടുത്തെ വൃത്താന്തമെല്ലാം ശ്രീരാമനെ അറിയിച്ചതിനു ശേഷം ആ പക്ഷിശ്രേഷ്ഠന് ഉടൻ തന്നെ മോക്ഷം നൽകി. വീണ്ടും കാടുകളിൽ അനുജനായ ലക്ഷ്മണനോടൊപ്പം വേഗത്തിൽ പ്രവേശിച്ച് തിരച്ചിൽ നടത്തുകയും കബന്ധന് ഉത്തമഗതി നൽകുകയും ശബരി വസിച്ചിരുന്ന മുനിശ്രേഷ്ഠന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന് ശാന്തമനസ്കനായ ശ്രീരാമൻ അവൾക്ക് മോക്ഷം നൽകി. അതിനുശേഷം ശബരിയുടെ നിർമ്മലമായ വാക്കുകൾ കേട്ട് ഋഷ്യമുഖാചലത്തിൽ ആ പർവ്വതശ്രേഷ്ഠന്റെ അരികിലൂടെ നടക്കുന്ന സമയത്ത് സൂര്യപുത്രനായ സുഗ്രീവന്റെ ആവാസ കേന്ദ്രത്തെ കണ്ണുകളാൽ കണ്ട് രാമന്റെ വിവരങ്ങൾ അറിയാൻ താല്പര്യത്തോടെ തന്നെയെന്ന് സുഗ്രീവൻ അയച്ചു. അപ്പോൾ ആ സൂര്യവംശജാതന്മാരുടെ രാമലക്ഷ്മണന്മാരുടെ മുന്നിൽ ഒരു ബ്രഹ്മചാരിയുടെ വേഷം സ്വീകരിച്ച് ഞാൻ ചെന്നു. രാജശ്രേഷ്ഠനായ ശ്രീരാമന്റെ ഹൃദയവിചാരങ്ങൾ മുഴുവൻ മനസ്സിലാക്കി പരിശുദ്ധന്മാരായ രണ്ടുപേരെയും എൻ്റെ ചുമലിലേറ്റി ഉടൻ തന്നെ സൂര്യപുത്രനായ സുഗ്രീവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി. അവർ രണ്ടുപേരും തമ്മിൽ ഞാൻ സൗഹൃദത്തിലാക്കി. പരിശുദ്ധമായ അഗ്നിഭഗവാനെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് രണ്ടുപേരുടെ വിഷമങ്ങൾ ഒരുമിച്ച് പരിഹരിക്കുവാൻ തീരുമാനിച്ചു. സുഗ്രീവന്റെ ഭാര്യയെ ബലമായി കൈവശപ്പെടുത്തിയ ബാലിയെ, അതായത് താരയുടെ ഭർത്താവിനെ ശ്രീരാമൻ വധിച്ചു. തുടർന്ന് സുഗ്രീവന് രാജ്യഭാരം തിരികെ നൽകി. ദേവിയായി അവിടുത്തെ കണ്ടുപിടിക്കുന്നതിനായി വാനരരാജാവായ സുഗ്രീവനും വാനരപ്പടത്തലവന്മാരെ 4 ദിശകളിലേക്കും ഓരോ ദിക്കിലും ഓരോ ലക്ഷം ആൾക്കാരെ വീതം ചുമതലപ്പെടുത്തി അയച്ചു. ആ സമയത്ത് ശ്രീരാമദേവൻ എന്നെ അടുത്ത് വിളിച്ച് അങ്ങേയറ്റം ദയോടെ സ്വന്തം കണയാഴി, അതായത് മോതിരം എൻ്റെ കയ്യിൽ തന്നു. ഈ മോതിരം നീ ജനകരാജാവിൻ്റെ മകളായ സീതയുടെ കയ്യിൽ ഏൽപ്പിക്കുക. എൻ്റെ നാമാക്ഷരങ്ങൾ പതിപ്പിച്ച ഒന്നാണിത് എന്നും പറഞ്ഞു. കൂടാതെ അവിടുത്തെ മനസ്സിൽ എന്നെക്കുറിച്ച് വലിയ വിശ്വാസവും ഉറപ്പും ഉണ്ടാകുന്നതിനായി ബഹുമാനത്തോടെ ചില രഹസ്യ അടയാള വാക്കുകൾ ശ്രീരാമൻ എന്നോട് പറഞ്ഞു തന്നു. ആ അടയാള മോതിരം അവിടുത്തെ തളർക്കൈകളിൽ ഇനി വേഗത്തിൽ സമർപ്പിക്കാൻ അത്യധികം ആനന്ദത്തോടെ എന്നെ നോക്കിയാലും ഇത് എന്ന് വളരെ മധുരമായി വായുപുത്രനായ ഹനുമാൻ പറഞ്ഞതുകൊണ്ട് ലക്ഷ്മി ദേവിയായ സീതയുടെ കൈകളിൽ ആ മോതിരം നൽകി. അതിനുശേഷം അത്യധികം വിനയത്തോടെ വീണ്ടും വീണ്ടും കൈകൂപ്പി വണങ്ങി അല്പം പുറകിലേക്ക് മാറി ബഹുമാനത്തോടെ നിന്നു. മിഥില രാജാവിൻ്റെ മകളായ സീത അത് കണ്ട് അത്യധികം സന്തോഷവതിയായി. ശരീരത്തിലെ ആനന്ദ കണ്ണീർ ഒഴുകിക്കൊണ്ട് സ്വന്തം ഭർത്താവിനെ എന്ന പോലെ ആ മോതിരത്തെ സ്നേഹത്തോടെ തൻ്റെ തലയോട് ചേർത്ത് പിടിച്ചു. രാമ എന്ന് പേര് പതിപ്പിച്ച ആ കണയാഴിക സന്തോഷത്തോടെ സ്വീകരിച്ചു. സീത പറഞ്ഞു, വാനരശ്രേഷ്ഠ, ബുദ്ധിമാന്മാരിൽ പ്രമുഖനായവനെ, താങ്കൾ എൻ്റെ ജീവൻ രക്ഷിച്ചവനാണ്. എനിക്ക് അത്യധികം സന്തോഷം തന്നവനുമാണ്. ഭഗവാനും പരമാത്മാവും ലക്ഷ്മീപതിയുമായ ശ്രീരാമനിൽ അത്യധികം ഭക്തിയുള്ളവനും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനും ദയാലുവുമാണ് നീ. അത്തരം പല ഉത്തമ ഗുണങ്ങളുമുള്ള നിന്നെയല്ലാതെ മറ്റാരെയും എൻ്റെ അടുത്തേക്ക് ഭർത്താവായ ശ്രീരാമൻ പറഞ്ഞയക്കുകയില്ലല്ലോ. എൻ്റെ ഇവിടുത്തെ സുഖവും ദിവസേനയുള്ള അവസ്ഥയും എൻ്റെ കഷ്ടപ്പാടുകളും വേദനകളും താങ്കൾ നേരിട്ട് കണ്ടുവല്ലോ. താമരയിതൽ പോലെയുള്ള കണ്ണുകളുള്ള ശ്രീരാമൻ്റെ മനസ്സിൽ
എന്നെക്കുറിച്ച് ദയ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ നീ ധരിപ്പിക്കണം. ഈ രാക്ഷസ രാജാവായ രാവണന് ഞാൻ ഇരയായി മാറുന്നതിന് ഇനി 2 മാസം കൂടിയേ ബാക്കിയുള്ളൂ എന്നത് തീർച്ചയാണ്. അതിനുള്ളിൽ ശ്രീരാമൻ ഇങ്ങോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങൾ നീ ചെയ്യണം. അതുവരെ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കാതെ കാത്തിരിക്കാം. വേഗത്തിൽ ഇവിടെ എത്തി രാവണനെ വധിച്ച് എൻ്റെ സങ്കടം അകറ്റി എന്നെ രക്ഷിക്കണമെന്ന് നീ രാമനോട് പറയുക. വായുപുത്രനായ ഹനുമാൻ ലോകമാതാവായ സീതയുടെ വാക്കുകൾ കേട്ട് അവിടുത്തെ വിഷമമെല്ലാം മാറുവാൻ വേണ്ടി ഉടൻ ഇപ്രകാരം പറഞ്ഞു. രാജപുത്രനായ ശ്രീരാമനോട് ഞാൻ അവിടുത്തെ വിഷമങ്ങളെക്കുറിച്ച് ചെന്ന് ധരിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അനുജനായ ലക്ഷ്മണനോട് സകല വാനര സൈന്യത്തോടുമൊപ്പം യുദ്ധത്തിനൊരുങ്ങി രാമൻ വേഗത്തിൽ ഇങ്ങോട്ടെത്തും, അതിൽ യാതൊരു സംശയവുമില്ല. മന്ത്രിമാരോടും സഹോദരന്മാരോടും കൂടെയുള്ള സുഗ്രീവനെയും കിഷ്കിന്ധ്യയെയും പെട്ടെന്ന് തന്നെ അവിടുത്തെയും അത്യധികം ദയയോടെ ഒന്നിച്ചു കൂട്ടി വീണ്ടും നിന്റെ ഭർത്താവായ ശ്രീരാമൻ ബഹുമാനത്തോടെ ഇങ്ങോട്ട് എഴുന്നള്ളും. ഇപ്രകാരം വായുപുത്രന്റെ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മി ദേവിയായ സീത സന്തോഷത്തോടെ രോമാഞ്ചമണിഞ്ഞു. ഇവിടെ വിശാലമായ ഈ സമുദ്രത്തെ സകല വാനര സൈന്യത്തോടും കൂടി ഏതു രീതിയിലാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്, ശ്രീരാമൻ എങ്ങനെ വരും എന്ന് ചിന്തിച്ച സമയത്ത് ഹനുമാൻ സീതാദേവിയോട് ഇപ്രകാരം പറഞ്ഞു. ശ്രീരാമനെയും അനുജനായ ലക്ഷ്മണനെയും ആദരവോടെ മറ്റു വാനര സൈന്യത്തെയും ക്ഷണനേരം കൊണ്ട് എൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് വേഗത്തിൽ കടത്തുവാൻ സീതാദേവി മനസ്സിൽ വെറുതെ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഈ രാക്ഷസകുലത്തെ മുഴുവനായി വളരെ എളുപ്പത്തിൽ വിഷമമൊന്നുമില്ലാതെ ഭസ്മമാക്കി തീർക്കും. അതിനായി സുന്ദരിയായ ദേവി എൻ്റെ ശരീരത്തിലെ ശക്തി കാണിക്കാൻ അനുവദിച്ചാലും യാതൊരു തടസ്സവും കൂടാതെ മടങ്ങിപ്പോകുന്നതിനായി വിരഹത്താൽ സങ്കടപ്പെടുന്ന ശ്രീരാമന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഉടൻ തന്നെ പൂർണ്ണ വിശ്വാസം ഉണ്ടാക്കുന്നതിനായി സന്തോഷത്തോടെ അത്യധികം മനോഹരമായ ഒരു അടയാളവാക്യം തന്നാലും അവിടുന്ന് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൽപ്പിച്ചാലും. ഹനുമാന്റെ ഈ വാക്കുകൾ കേട്ട സീതാദേവിയും അല്പസമയം മനസ്സിൽ വിചാരിച്ച് തൻ്റെ തലമുടിയിൽ അണിഞ്ഞിരിക്കുന്ന പരിശുദ്ധമായ ചൂടാമണി രത്നം സീതാദേവി ഹനുമാന്റെ കൈകളിൽ കൊടുത്തു. സീത പറഞ്ഞു, മകനെ കേട്ടാലും വേറൊരു അടയാളവാക്യം കൂടി നീ കേട്ട് മനസ്സിൽ ധരിച്ച് ശ്രീരാമന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുക. അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ എന്നിലുള്ള വിശ്വാസം ഭർത്താവായ ശ്രീരാമന് ഉണ്ടാകും എന്നത് തീർച്ചയാണ്. പണ്ട് അനേകം സുഖങ്ങളോടെ അതിയായ തപസ്സിലും നിഷ്ഠയിലും ചിത്രകൂട പർവ്വതത്തിൽ വസിക്കുന്ന സമയത്ത് മാംസകഷ്ണങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്ന ശ്രദ്ധയോടെ ഉണങ്ങാനായി വിതറി വെച്ച് ഞാൻ നോക്കിക്കൊണ്ട് കാവലിരുന്ന ആ സമയത്ത് ഭഗവാൻ തൻ്റെ തിരുമുടി ഭംഗിയായി എൻ്റെ മടിയിൽ വെച്ച് ഉടൻ തന്നെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് അത്യധികം ചപലനായ ഇന്ദ്രപുത്രൻ, അതായത് ജയന്തൻ, വേഗത്തിൽ ഒരു കാക്കയുടെ രൂപമെടുത്ത് അവിടെ വന്നു. പല തവണയായി ആ മാംസകഷ്ണങ്ങൾ കൊത്തിപ്പറിച്ചെടുത്തു. അതിനെ ഓടിച്ചു വിടാമെന്ന് കരുതി ആ സമയത്ത് ഞാൻ കോപത്തോടെ വേഗത്തിൽ ഒരു മൺകട്ടയെടുത്ത് എറിഞ്ഞു. കല്ലുകൾ കൊണ്ട് എറിഞ്ഞിട്ടും അവൻ മടങ്ങാതെ എൻ്റെ ശരീരത്തിൽ കൂർത്ത നഖങ്ങൾ കൊണ്ട് എൻ്റെ മാറിലും നെഞ്ചിലും അതിയായ കോപത്തോടെ കൊത്തി മുറിവേൽപ്പിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ഉടൻ തന്നെ ഉണർന്നു നോക്കിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്നും ധാരാളമായി ഒഴുകുന്ന ചോര കണ്ട് അത്യധികം ആകുലനായി. വളരെ ദേഷ്യത്തോടെ ഒരു പുൽക്കൊടിയെടുത്ത് അതിൽ ദിവ്യമായ ബ്രഹ്മാസ്ത്ര മന്ത്രം ജപിച്ച് എയ്തുവിട്ടു. ഭയന്നുപോയ ആ കാക്ക എല്ലാ ദിശകളിലേക്കും ഓടി നടന്നു. തൻ്റെ സങ്കടം മാറ്റി ജീവൻ രക്ഷിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. ഇന്ദ്രൻ, ബ്രഹ്മാവ്, പരമശിവൻ തുടങ്ങിയ ദേവന്മാർക്കും അവനെ രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചതിനെ തുടർന്ന് രഘുകുല ശ്രേഷ്ഠനായ ശ്രീരാമന്റെ പാതാരവിന്ദങ്ങളിൽ വന്ന് ശരണാഗതനായി വീണു. ദയാസമുദ്രമേ, എന്നെ കാത്തു രക്ഷിക്കണമേ. അവിടുത്തെ പാദങ്ങളല്ലാതെ എനിക്ക് വേറൊരു ശരണവുമില്ല. നമസ്കാരം. ആനന്ദരൂപിയായ ഭഗവാനെ, അവിടുത്തെ ശരണമടയുന്നു, വന്ദനം എന്ന് ഭയത്തോടെ തൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞപ്പോൾ ഇന്ദ്രപുത്രനായ ആ ജയന്തനോട് അപ്പോൾ സൂര്യവംശ ശ്രേഷ്ഠനായ ശ്രീരാമൻ സത്യമായ കാര്യം ഇപ്രകാരം പറഞ്ഞു. എൻ്റെ ഈ അസ്ത്രം ഒരിക്കലും ഫലിക്കാതെ പോകില്ല. അതുകൊണ്ട് തീർച്ചയായും നിന്റെ ഒരു കണ്ണ് ഇതിന് ഇരയാക്കേണ്ടി വരും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇനി നീ പേടിക്കാതെ പോയിക്കൊള്ളുക. ഇപ്രകാരം അനുദിനവും എന്നെ ദയയോടെ രക്ഷിച്ചു പോന്ന ഭഗവാൻ ഇന്ന് എന്നെ രക്ഷിക്കാൻ ഉപേക്ഷിച്ചിരിക്കുന്നത് എൻ്റെ പാപഫലം കൊണ്ടാണ്. ഞാനായിട്ട് ഒരു തെറ്റും ഒരു കാലത്തും ശ്രീരാമനോട് ചെയ്തിട്ടില്ല. ചിന്തിച്ചു നോക്കിയാൽ എൻ്റെ അപരാധങ്ങൾ മാത്രമാണ് ഇതിന് കാരണം. പല വിധത്തിലുള്ള സീതാദേവിയുടെ ഈ സങ്കടവാക്കുകൾ കേട്ടിട്ട് വീരനായ വായുപുത്രൻ ഇപ്രകാരം പറഞ്ഞു. അവിടുന്ന് ഇവിടെ കഴിയുന്ന വിവരങ്ങൾ ഒന്നും തന്നെ ഭർത്താവായ ശ്രീരാമദേവൻ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. ഇനി വേഗത്തിൽ അവിടുന്ന് എത്തും.
രാക്ഷസകുലത്തെയും ലങ്കയെയും വാനര സൈന്യം തീർച്ചയായും ഭസ്മമാക്കി തീർക്കും. വായുപുത്രന്റെ ഈ വാക്കുകൾ കേട്ട സീതാദേവിയും ഹനുമാനെ നോക്കി സന്തോഷത്തോടെ ഇപ്രകാരം ചോദിച്ചരളി: വളരെ ചെറിയ ശരീരമുള്ളവനാണ് നീ. വാനര വീരന്മാരെല്ലാം നിന്നെപ്പോലെ ഇത്രയും ചെറിയ ശരീരമുള്ളവരാണോ എന്ന് പറഞ്ഞു തന്നാലും രാക്ഷസന്മാരെല്ലാം പർവ്വതം പോലെ ഭീമാകാരന്മാരായ ശരീരമുള്ളവരാണ്. നിങ്ങൾ ആ രാക്ഷസന്മാരോട് എങ്ങനെയാണ് എതിരിടുക എന്ന് സീത ചോദിച്ചു. ഹനുമാൻ സീതാദേവിയുടെ ആ വാക്കുകൾ കേട്ടയുടൻ മലപോലെ ഭീകാരമായ വലിയ ശരീരം സ്വീകരിച്ച് വളരെ വേഗത്തിൽ അവിടെ നിലയുറപ്പിച്ചു. അതിനുശേഷം മിഥില രാജാവിന്റെ മകളായ സീതയോട് പറഞ്ഞു: അഞ്ജനയുടെ മകനും വായുപുത്രനുമായ ഹനുമാൻ മനസ്സിൽ വിചാരിച്ചാലും അമ്മേ, ഇത്തരത്തിൽ വിശാലമായ രൂപമുള്ള വാനരന്മാരുടെ 21 വെള്ളം വലിയൊരു സംഖ്യം സൈന്യം ഇങ്ങോട്ട് വരും. ഹനുമാന്റെ ഈ മധുരമായ വാക്കുകൾ കേട്ട ഉടൻ താമരയിതൾ പോലുള്ള കണ്ണുകളുള്ള സീതാദേവി അവനെ നോക്കി ഇപ്രകാരം പറഞ്ഞു: അത്യധികം പരിശുദ്ധനും അറ്റമില്ലാത്ത ബലമുള്ളവനുമാണ് നീ. രാക്ഷസ വംശത്തിന് കാലനായി മാറാൻ നിനക്ക് കഴിയും. അതിന് യാതൊരു സംശയവുമില്ല. സമയം അതിവേഗം കടന്നു പോകുന്നു. നീ ഒട്ടും വൈകാതെ അവിടുത്തെ രാക്ഷസ സ്ത്രീകൾ കാണാതെ യാതൊരു ഭയവും കൂടാതെ മഹാസമുദ്രത്തെ വീണ്ടും വേഗത്തിൽ ചാടിക്കിടന്ന് അവിടെ ചെന്ന് ശ്രീരാമദേവനെ കണ്ടാലും മകനെ. എൻ്റെ വിവരങ്ങളെല്ലാം രാമനെ ധരിപ്പിച്ച ഈ ചൂടാരത്നം എത്രയും വേഗം ഭഗവാന്റെ തൃക്കൈകളിൽ കൊണ്ട് ഏൽപ്പിക്കുക നീ. സുഗ്രീവനും വലിയ വാനര സൈന്യവും വേഗത്തിൽ ഇങ്ങോട്ട് വരട്ടെ. വീരന്മാരായ രാമലക്ഷ്മണന്മാരോടൊപ്പം നീയും മടങ്ങി വരിക. യാത്രയിൽ ഒരുവിധ തടസ്സങ്ങളോ അപകടങ്ങളോ കൂടാതെ വായുപുത്രനായ ഹനുമാനെ സുരക്ഷിതമായി പോയി വരിക. വിനയം, കൗതുകം, ഭക്തി, സന്തോഷം എന്നിവയോടെ വീരനായ ഹനുമാൻ സീതാദേവിയുടെ അരികിൽ വീണ് വണങ്ങി. പ്രിയപ്പെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് ലോകമാതാവായ സീതാദേവിയെ അവൻ 3 തവണ പ്രദക്ഷിണം വെച്ചു. അമ്മേ, അടിയന് മടങ്ങിപ്പോകുവാൻ അനുവാദം തന്നാലും ഇനി ഒട്ടും വൈകാതെ ഞാൻ പോകട്ടെ. അവിടുന്ന് സങ്കടപ്പെടാതെ എപ്പോഴും ഇരുന്നാലും. സീത അനുഗ്രഹിച്ചു. മകനെ, നിനക്ക് നല്ലത് വരട്ടെ. ദൈവം നിന്നെ എപ്പോഴും കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ ഭർത്താവായ ശ്രീരാമനെ നീ എത്രയും വേഗം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ഈ ലോകത്തിൽ സന്തോഷത്തോടെ നീ ദീർഘകാലം ജീവിച്ചിരുന്നാലും മകനെ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിന്റെ ശക്തി എന്നും നിലനിൽക്കട്ടെ. വായുപുത്രനായ ഹനുമാൻ ലോകമാതാവായ സീതയിൽ നിന്ന് ബഹുമാനത്തോടെ ആ അനുഗ്രഹ വാക്കുകൾ സ്വീകരിച്ച് അവിടെ നിന്നും മടങ്ങി. അല്പം അകലെ പറ്റിയുള്ള ഒരു മരക്കൊമ്പിൽ പോയിരുന്നതുകൊണ്ട് അവൻ പ്രയാസമില്ലാതെ തൻ്റെ മനസ്സിൽ കാര്യങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ചു. ശത്രുനാട്ടിൽ തമ്പുരാന്റെ ഒരു കാര്യത്തിനായി വന്ന സാമർഥ്യമുള്ള ഒരു ദൂതനെ അയച്ചാൽ അവൻ തൻ്റെ യജമാനന്റെ പ്രധാന കാര്യം ഒരു തടസ്സവുമില്ലാതെ സാധിച്ചെടുത്തതിന് ശേഷം ആ പ്രധാന കാര്യത്തിന് പുറമെ സ്വന്തം ബുദ്ധിവൈഭവം കൊണ്ട് മറ്റൊരു ഉപകാരപ്രദമായ കാര്യവും കൂടി നീതിയോടെ നിറവേറ്റി മടങ്ങുന്നവനാണ് ഉത്തമനായ ദൂതൻ. അതുകൊണ്ട് രാക്ഷസ രാജാവായ രാവണനെ നേരിട്ട് കണ്ട് ഉപദേശ രൂപേണ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകണം. അതിനുള്ള ഏറ്റവും മികച്ച മാർഗം ഇതാണെന്ന് ഉറപ്പിച്ച് ചിന്തിച്ച് ഹനുമാൻ ആ അശോകവനം തകർത്തു തരിപ്പണമാക്കുവാൻ തുടങ്ങി. മിഥില രാജകുമാരിയായ സീതാദേവി ഇരുന്ന ആ പരിശുദ്ധമായ അശോകമരം ഒഴികെ ബാക്കിയുള്ള മരങ്ങളെല്ലാം അവൻ തകർത്തു കളഞ്ഞു. പൂക്കളും ഇലകളും പഴങ്ങളും നിറഞ്ഞ വലിയ മരങ്ങളും വള്ളികളും ചെടികളും നിലം പതിച്ച് വലിയ ശബ്ദത്തോടെ വീണ സമയത്ത് ജനങ്ങളിൽ വലിയ ഭയമുണ്ടാക്കുന്ന പലവിധ ശബ്ദങ്ങളും കേട്ടു. അവിടെ വസിച്ചിരുന്ന പക്ഷികളെല്ലാം ഭയന്ന് എല്ലാ ദിശകളിലേക്കും ആകാശത്തേക്കും പറന്നുയരുകയും ആകാശമാകെ വലിയൊരു കോലാഹലം നിറയുകയും ചെയ്തു. രാക്ഷസ നഗരമായ ലങ്ക പെട്ടെന്ന് കീഴ്മേൽ മറിഞ്ഞതുപോലെയായി. മഹാശക്തനും പരാക്രമിയായ ശ്രീരാമദൂതൻ ഹനുമാനെ കണ്ട് ഭയന്ന് ആ സമയത്ത് രാക്ഷസ സ്ത്രീകൾ ഉണരുകയും നോക്കിയ സമയത്ത് വാനരവീരനായ ഹനുമാനെ അവർ കാണുകയും ചെയ്തു. രാക്ഷസികൾ ചോദിച്ചു: അളവറ്റ ബലമുള്ള ഇവൻ ഇവിടെ വന്ന് ഇതൊക്കെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഏതു തരത്തിലുള്ള ജീവിയാണിത്? ഇവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? സുന്ദരിയായ സീതേ, നിന്റെ അരികിൽ നിന്ന് വിശേഷങ്ങൾ നിന്നോട് പറഞ്ഞുവോ? അത് ഞങ്ങളോട് പറയൂ. ഇവനെ കണ്ടിട്ട് ഞങ്ങളുടെ മനസ്സിൽ വലിയ ഭയം തോന്നുന്നു. കുരങ്ങന്റെ രൂപമാണ് ഇവൻ ധരിച്ചിരിക്കുന്നത്. ഈ അർദ്ധരാത്രിയിൽ ഇരുട്ടത്ത് ഇവൻ വരാൻ കാരണം എന്താണെന്ന് പറയൂ. നിനക്ക് ഇവനെക്കുറിച്ച് അറിയില്ലേ? ഇവൻ ആരാണെന്ന് പറയൂ. സീത മറുപടി പറഞ്ഞു: രാക്ഷസന്മാർ കാട്ടിക്കൂട്ടുന്ന കപടമായ മായകളൊക്കെ രാക്ഷസന്മാർക്കല്ലാതെ മറ്റാർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇവനെ എൻ്റെ അരികിൽ കണ്ടിട്ട് എൻ്റെ മനസ്സിലും അത്യധികം ഭയം വളരുന്നു. ദൈവമേ, ഇതെന്താണോ?
സീതാദേവി അവരോട് ഇപ്രകാരം പറഞ്ഞ സമയത്ത് ആ രാക്ഷസികൾ ഉടൻ തന്നെ രാവണന്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ഒരു വാനരൻ, അറ്റമില്ലാത്ത ശക്തിയുള്ളവനും മല പോലെ ഭീമാകാരനുമായ ഒരുവൻ അശോകവനം മുഴുവൻ തകർത്തു തരിപ്പണമാക്കി കളഞ്ഞു. യുദ്ധത്തിനായി ഒരുങ്ങി യാതൊരു ഭയവുമില്ലാതെ അവൻ നിൽക്കുന്നു. വലിയ ഗോപുരങ്ങളും മാളികകളും തകർത്തു നിലം പരിശാക്കി. ഉലക്കയും ആയുധങ്ങളും ഏന്തി രാത്രിയിൽ ആ വനത്തിൽ കാവൽ നിന്നവരെ കൂട്ടത്തോടെ പ്രയാസമൊന്നുമില്ലാതെ തല്ലിക്കൊന്നു. ഈ ലോകത്തിൽ ആരോടും ഇവന് യാതൊരു ഭയവുമില്ല. പ്രഭു, അവൻ ഇതുവരെ അവിടെ നിന്ന് ഓടിപ്പോയിട്ടുമില്ല. രാക്ഷസികളുടെ ഈ വാക്കുകൾ കേട്ട് രാവണൻ അത്യധികം കഠിനമായ കോപത്താൽ നിയന്ത്രണം വിട്ട് ഈ രാത്രിയിൽ ഇരുട്ടത്ത് യാതൊരു പേടിയുമില്ലാതെ വന്ന ഇവൻ ഒട്ടും നിസ്സാരക്കാരനല്ലെന്ന് തീർച്ചയാണ്. മൂർച്ചയുള്ള അമ്പുകളും വജ്രായുധങ്ങളും ഉലക്കകളും കയ്യിലേന്തി 100,000 വരുന്ന വീരന്മാർ ഉടൻ തന്നെ അവൻ ഉള്ളിലേക്ക് പോവുക. രാക്ഷസ രാജാവായ രാവണന്റെ കൽപ്പന അനുസരിക്കുന്ന ആ വീരന്മാർ ദയയില്ലാതെ തനിക്ക് നേരെ വരുന്നത് കണ്ടപ്പോൾ ഹനുമാൻ ഭൂമി മുഴുവൻ വിറയ്ക്കുന്ന രീതിയിൽ അതിശക്തമായ സിംഹഗർജനം മുഴക്കി. അത് കേട്ട് രാക്ഷസന്മാർ ഭയം കൊണ്ട് ഹൃദയം നടുങ്ങി ബോധം കെട്ട് വീണു. അതിനുശേഷം വീണ്ടും അവർ തിടുക്കത്തിൽ അവന്റെ അടുത്തേക്ക് വന്നു. മൂർച്ചയുള്ള അമ്പുകളും മറ്റു സകല ആയുധങ്ങളും അവ വേഗത്തിൽ ഉപയോഗിച്ച് സമയത്ത് വാനരശ്രേഷ്ഠനായ ഹനുമാൻ പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വലിയൊരു ആയുധം കൊണ്ട് തല്ലി അവരെയെല്ലാം വധിച്ചു. ആ വീരന്മാർ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ ആ സമയത്ത് രാക്ഷസ രാജാവായ രാവണൻ കഠിനമായ കോപത്തോടെ തന്റെ സകല സേനാധിപന്മാരിൽ പ്രധാനികളായ 5 സേനാധിപന്മാരെ, അതായത് പഞ്ചസേനാധിപന്മാർ അത്യധികം സന്തോഷത്തോടെ അയച്ചു. യുദ്ധത്തിൽ അത്യധികം സമർത്ഥനായ ഹനുമാനോട് എതിരിട്ട് അവരെ മരണമടഞ്ഞു. ആ 5 സേനാധിപന്മാരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം രാവണൻ കഠിനമായ കോപത്തോടെ ഇപ്രകാരം പറഞ്ഞു: ആ കുരങ്ങൻ ശക്തി അത്ഭുതകരം തന്നെ. വലിയ സേനയുമായി ചെന്നിട്ട് അപമാനം സഹിക്കേണ്ടി വന്നു. 5 സേനാധിപന്മാരും കൊല്ലപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇവനെ ജീവനോടെ തൻ്റെ മുന്നിലേക്ക് ഉടൻ തന്നെ ബന്ധിച്ച് കൊണ്ടുവന്ന് നിർത്തുക. വലിയ മഹാശക്തിയുള്ള 7 മന്ത്രിപുത്രന്മാരും ഒരുമിച്ച് ഉടൻ തന്നെ: മന്ത്രിപുത്രന്മാരെ, നിങ്ങൾ ഉടൻ പുറപ്പെടുവിൻ എന്ന് രാവണന്റെ കൽപ്പന പ്രകാരം പുറപ്പെട്ടു. രാവണന്റെ വാക്കുകൾ കേട്ട് വലിയ ശക്തിയോടും അഹങ്കാരത്തോടും കൂടി ദണ്ഡം, ഉലക്ക, വാൾ, അമ്പ്, വില്ല് തുടങ്ങിയ ആയുധങ്ങൾ ഏന്തിയവരായി കഠിനമായ ശബ്ദങ്ങൾ ഗർജിച്ചുകൊണ്ട് ആ ആയുധങ്ങൾ കയ്യിലെടുത്ത് ആ രാക്ഷസ വീരന്മാർ അടുത്തേക്ക് വന്നു. വാനരശ്രേഷ്ഠനായ ഹനുമാനും ഭൂമി കുലുങ്ങാമാറ് വീണ്ടും വീണ്ടും സിംഹഗർജനം മുഴുക്കിക്കൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് അവർ ഒന്നിനും പുറകെ ഒന്നായി ധാരാളം ആയുധങ്ങൾ പ്രയോഗിച്ചു. വായുപുത്രനായ ഹനുമാൻ അവയെല്ലാം അതിവേഗം വധിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഇരുമ്പുതൂൺ കയ്യിലെടുത്ത് അവൻ അവരെ നശിപ്പിച്ചത്. തൻ്റെ മന്ത്രിമാരുടെ പുത്രന്മാരായ ആ 7 പേരെയും അവരുടെ സൈന്യവും മരണപ്പെട്ട് പരലോകമടഞ്ഞു എന്ന് കേട്ടതു കണ്ട് രാവണന്റെ മനസ്സിൽ വലിയ തപസ്സും ഭയവും മാനഹാനിയും സങ്കടവും നാണക്കേടും ഉടലെടുത്തു. ഇനി ഇവനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ആരുമില്ല. ഇതുപോലൊരു വീരനെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടുമില്ല. ഇതിൽ ഓരോരുത്തരും എതിരിട്ടാൽ അസുരന്മാരും ദേവന്മാരെല്ലാം 3 ലോകത്തിലും അവർക്ക് മുന്നിൽ നിലനിൽക്കുവാനുമാകില്ല. അങ്ങനെയുള്ള അവരെല്ലാം കൂടെ ഒരു കുരങ്ങനോട് യുദ്ധം ചെയ്ത് അയ്യോ, ഒടുവിൽ മരിച്ചു വീണല്ലോ, എൻ്റെ സകല പുണ്യവും നശിച്ചുപോയി. പലവിധത്തിൽ ഇങ്ങനെ ചിന്തിച്ച് വലിയ പരവശനിലയിൽ അത്യധികം തളർന്നു പോയ പിതാവായ രാവണനോട് വിനയത്തോടെ തൊഴുതുകൊണ്ട് ഇളയ മകനായ അക്ഷകുമാരൻ ഇപ്രകാരം പറഞ്ഞു: വീരന്മാരായ പുരുഷന്മാർക്ക് ഇങ്ങനെ തളർന്നിരിക്കുന്നത് ഒട്ടും യോഗ്യമല്ല. ഇനി ഇത്തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും വേണ്ട. മനസ്സിലെ ധൈര്യത്തെ കുറയ്ക്കുന്ന ഈ മഹസ്താപം അവസാനിപ്പിച്ചാലും ആ ശത്രുശ്രേഷ്ഠനെ നിമിഷം നേരം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അക്ഷകുമാരൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. ആ സമയത്ത് വാനരശ്രേഷ്ഠനായ ഹനുമാൻ വീണ്ടും ഗോപുരത്തിന് മുകളിൽ കയറിയിരുന്നു. അക്ഷകുമാരൻ തൻ്റെ മുന്നിലേക്ക് വരുവാനായി ഹനുമാൻ കണ്ടു. അമ്പുകളും നിരകൊണ്ട് ശരീരമാകെ മൂടിയവനായി വന്നു ചേർന്ന വാനരശ്രേഷ്ഠനായ ഹനുമാൻ ആ സമയത്ത് കോപത്തോടെ ആകാശത്തു നിന്നും താഴേക്ക് ചാടിയിറങ്ങി വേഗത്തിൽ അക്ഷകുമാരന്റെ തലമണ്ടയിൽ തൻ്റെ കയ്യിലിരുന്ന തടി കൊണ്ട് ആഞ്ഞടിച്ചു. അക്ഷകുമാരൻ തൽക്ഷണം യമപുരിയിൽ ചെന്നെത്തി. അതിശക്തനും സുന്ദരനും അക്ഷകുമാരൻ അങ്ങനെ കൊല്ലപ്പെട്ടു. ദേവന്മാരുടെ ശത്രുവും രാക്ഷസ രാജാവുമായ രാവണൻ
തൻ്റെ മകനായ അക്ഷകുമാരൻ്റെ മരണവാർത്ത കേട്ട് അത്യധികം ദുഃഖിതനായി തീർന്നു. ഇന്ദ്രനെ ജയിച്ചവനും അളവറ്റ ബലമുള്ളവനുമായ തൻ്റെ മകനായ ഇന്ദ്രജിത്തിനോട് വലിയ മനസങ്കടത്തോടെ രാവണൻ ചേർത്തണച്ച് ഇപ്രകാരം പറഞ്ഞു: പ്രിയപുത്ര, നീ എൻ്റെ വാക്കുകൾ കേട്ടാലും നിന്റെ സഹോദരൻ അക്ഷകുമാരൻ യമപുരി പൂകിയത് നീ അറിഞ്ഞില്ലേ? എൻ്റെ മകനെ യുദ്ധക്കളത്തിൽ വെച്ച് വധിച്ച ആ വാനര ശ്രേഷ്ഠനെ യമന്റെ അടുത്തേക്ക്, അതായത് മരണത്തിലേക്ക് പറഞ്ഞയക്കുവാനും ഉടൻ തന്നെ വലിയ സൈന്യവുമായി ഞാൻ ഇറങ്ങുകയാണ്. അതിനുശേഷമേ നിന്റെ അനിയന് ത്രിലോകം ബലികർമ്മം നൽകുകയുള്ളൂ. പിതാവിൻ്റെ ഈ വാക്കുകൾ അത്യധികം ദുഃഖത്തോടെ കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് ഉടൻ തന്നെ വണങ്ങി ഇപ്രകാരം പറഞ്ഞു: മഹാനുഭാവനായ പിതാവേ, അവിടുത്തെ മനസ്സിലെ ശോകം ഉപേക്ഷിച്ചാലും നമുക്കുണ്ടായ ഈ അപമാനമെല്ലാം ഞാൻ തീർത്തു തരാം. അവൻ ഹനുമാൻ മരണമില്ലാത്തവനാണ്, ചിരഞ്ജീവിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാത്ത പക്ഷം മറ്റൊരുത്തന് സ്വന്തം ശക്തിയാൽ ഇവിടെ വരാൻ കഴിയുമോ? ഇവന് മരണത്തെക്കുറിച്ച് ഭയമില്ലെന്ന് കാണുകയാണെങ്കിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേത് ഇവനെ ബന്ധിച്ചു കൊണ്ടുവരാം. ഭൂമിയിലുള്ള സകലരും ബ്രഹ്മാവ് തുടങ്ങിയവരുടെ വരബലം കൊണ്ട് നമ്മളോട് പോരാടിയവരാണ്. ഇന്ദ്രനെ പോലും യുദ്ധത്തിൽ ജയിച്ച് നമ്മോട് ഒരു കുരങ്ങന് വന്ന് എതിരിട്ട് എന്നത് അത്ഭുതം തന്നെ. അത് ചിന്തിക്കുമ്പോൾ തന്നെ ഇവിടെ വലിയ നാണക്കേടാണ്. വധിക്കാൻ സാധ്യമല്ലെങ്കിൽ പോലും ഒട്ടും വൈകാതെ സാമർഥ്യം കൊണ്ടോ തന്ത്രങ്ങൾ കൊണ്ടോ കപടമായ ഉപായങ്ങൾ കൊണ്ടോ എങ്ങനെയെങ്കിലും ആ വാനരനെ ഞാൻ പിതാവിൻ്റെ മുന്നിൽ എത്തിക്കും. നമ്മൾ ചെയ്ത ചില തെറ്റുകൾ കാരണം ലങ്കയിൽ വലിയ വിപത്ത് വന്നിരിക്കുന്നു. അത് നമ്മുടെ ഐശ്വര്യത്തെ നശിപ്പിക്കുമെന്നത് തീർച്ചയാണ്. അവിടുന്ന് ഇവിടെ സന്തോഷത്തോടെ സുഖമായി വാണരുളിയാലും വെറുതെ മനസ്സിൽ സങ്കടപ്പെടേണ്ടതില്ല എന്നെക്കുറിച്ച് ഓർക്കുക. ഇപ്രകാരം പിതാവിനോട് നീതിയും യുക്തിയും നിറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ഇന്ദ്രജിത്ത് യുദ്ധത്തിനായി സജ്ജനനായി പുറപ്പെട്ടു. രഥം, കവചം, അമ്പുകൾ, വില്ല് തുടങ്ങിയ ആയുധങ്ങളെല്ലാം ധരിച്ച് ശ്രീരാമദൂതനായ ഹനുമാനെ ജയിക്കുവാനായി അവൻ ഉടൻ തന്നെ ചെന്നെത്തി. ഗരുഡനെ പോലെ അതിവേഗത്തിൽ ഹനുമാൻ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. പരാക്രമിയായ വായുപുത്രൻ മാരുതി ഭീകരമായി ഗർജിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു. രണ്ടുപേരും ബഹുമാനത്തോടും ആദരവോടും കൂടി യുദ്ധക്കളത്തിൽ ഏറ്റുമുട്ടി. പരസ്പരമുള്ള കൈക്കരുത്തും വീര്യവും വേഗതയും കണ്ടുകൊണ്ട് ഹനുമാന്റെ ശിരസിലേക്ക് അമ്പുകൾ എയ്തുവിട്ടു. ഇന്ദ്രനെ ജയിച്ചവനും സിംഹത്തിന് തുല്യനായ പരാക്രമമുള്ളവനുമായ ഇന്ദ്രജിത്ത് ഉടൻ തന്നെ അമ്പുകൾ കോർത്തു പിടിച്ച് അവൻ എയ്തു തുടങ്ങി. 36 ബാണങ്ങളും ഹനുമാന്റെ പാദങ്ങളിലും എയ്തു. മൂർച്ചയുള്ള മറ്റൊരു വലിയ അമ്പ് ഹനുമാന്റെ വാലിലും എയ്തു. അതിശക്തമായ സിംഹഗർജനം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ ഇന്ദ്രജിത്ത് വിറപ്പിച്ചു. അതിനുശേഷം വാനര ശ്രേഷ്ഠനായ ഹനുമാൻ അമ്പുകളേറ്റതുപോലെ അഭിനയിച്ച് പെട്ടെന്ന് തന്നെ ഇന്ദ്രജിത്തിന്റെ തേരാളിയായി അടിച്ചു കൊന്നു. കുതിരകളോട് കൂടി ആ രഥത്തെ ഉടൻ തന്നെ തകർത്തു പൊടിയാക്കി. ആ സമയത്ത് മേഘനാഥനായ ഇന്ദ്രജിത്ത് ദൂരേക്ക് ചാടി രക്ഷപ്പെട്ടു. അവൻ അതിവേഗത്തിൽ മറ്റൊരു രഥത്തിലേക്ക് കയറി. വീണ്ടും ധാരാളം അസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും മഴ പോലെ വർഷിക്കുവാൻ തുടങ്ങി. കോപിഷ്ഠനായ രാവണപുത്രന്റെ അമ്പുകളേറ്റ് വാനരശ്രേഷ്ഠനായ ഹനുമാന്റെ രോപകൂപങ്ങൾ 4 ഭാഗത്തും മുറിഞ്ഞു. അത്രയൊക്കെ ചെയ്തിട്ടും ഹനുമാന് യാതൊരു കോട്ടം സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് ഒടുവിൽ ബ്രഹ്മാസ്ത്രം എയ്തുവിട്ടു. വായുപുത്രനായ ഹനുമാൻ ആ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനത്തോടും ആദരവോടും കൂടെ സ്വീകരിച്ച് ബോധം കെട്ടവനായി നിലത്തേക്ക് വീണു. രാവണപുത്രൻ അപ്പോൾ വായുപുത്രനായ ഹനുമാനെ ബന്ധിച്ച് തൻ്റെ പിതാവായ രാവണന്റെ മുന്നിൽ കൊണ്ടുവന്ന് വണങ്ങി നിന്നു. വായുപുത്രന് മനസ്സിൽ യാതൊരു വിഷമമോ പ്രയാസമോ ഉണ്ടായിരുന്നില്ല. പണ്ട് ദേവന്മാർ തനിക്ക് നൽകിയിരുന്ന വരബലം കാരണം താമരയിതൽ പോലുള്ള കണ്ണുകളുള്ള ശ്രീരാമ ഭഗവാന്റെ നാമാമൃതത്തെ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ജനങ്ങൾക്ക് പരിശുദ്ധമായ ഹൃദയത്തിൽ ഭഗവാനോടുള്ള ഭക്തിയാൽ ശുദ്ധരായി തീർന്ന് അജ്ഞാനം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഉണ്ടായ സകല ബന്ധനങ്ങളിൽ നിന്നും ക്ഷണനേരം കൊണ്ട് എത്ര കാലമായി നിലനിൽക്കുന്നതെങ്കിലും മുക്തി നേടി ഭഗവാന്റെ പാദപത്മങ്ങളായ പരമപദം പ്രാപിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ശ്രീരാമന്റെ തൃപ്പാദങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീരാമദൂതനായ ഹനുമാന് വല്ല ബന്ധനവും ഉണ്ടാകുമോ? ഇല്ല. ജനന മരണങ്ങളാകുന്ന വികാരങ്ങളും ബന്ധനങ്ങളും ഇല്ലാത്ത ആൾക്ക് ഇവിടുത്തെ സാധാരണ കയറുകൊണ്ടുള്ള ബന്ധനങ്ങൾ കൊണ്ട് എന്ത് സങ്കടം ഉണ്ടാകാനാണ്? അതുകൊണ്ട് കൈകാലുകൾ കെട്ടപ്പെട്ട് തളർന്നവനെ പോലെ കപടമായി അഭിനയിച്ച് ഹനുമാൻ അവിടെ കിടന്നുകൊടുത്തു. പല രാക്ഷസന്മാരും അത്യധികം കൗതുകത്തോടെ അവിടെ അടുത്തു ചെന്ന് ഹനുമാനെ സാധാരണ കയറുകൾ കൊണ്ട് കൂടിക്കെട്ടിയ കാരണം വലിയ ബലശാലിയും ഇന്ദ്രജിത്താൽ ബന്ധിക്കപ്പെട്ട് കിടന്നിരിക്കുന്നവനുമായ ഹനുമാന്റെ
ബ്രഹ്മാസ്ത്രം കൊണ്ടുള്ള ബന്ധനം അപ്പോൾ തന്നെ വേർപെട്ടുപോയി. ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ടയാളെ മറ്റൊരു കയറുകൊണ്ട് കെട്ടിയാൽ ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രഭാവം ഇല്ലാതാകുമെന്ന് നിയമമുള്ളതുകൊണ്ട് മനസ്സിൽ യാതൊരുവിധ ബന്ധനങ്ങളോ പ്രയാസങ്ങളോ ഇല്ലെങ്കിൽ കൂടിയും താൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എന്ന ഭാവം അവൻ ഉപേക്ഷിച്ചില്ല. രാക്ഷസന്മാർ തന്നെ തൂക്കിയെടുത്തു കൊണ്ടുപോകുമ്പോൾ കാര്യത്തിന്റെ ഗൗരവമോർത്ത് ഹനുമാൻ അനങ്ങാതെ മിണ്ടാതിരുന്നു. വായുപുത്രനായ ഹനുമാൻ രാക്ഷസരാജാവായ രാവണന്റെ മുൻപിൽ കൊണ്ടുചെന്ന് ഇന്ദ്രനെ ജയിച്ചവനായ ഇന്ദ്രജിത്ത് കാര്യങ്ങൾ വിവരിച്ചു പറഞ്ഞു. വലിയ രാക്ഷസവീരന്മാരെയെല്ലാം യുദ്ധക്കളത്തിൽ വെച്ച് കൊന്നവനും ഇപ്പോൾ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ടവനുമായി ഇവനിതാ നിൽക്കുന്നു. പിതാവേ, അവിടുത്തെ മനസ്സിൽ മന്ത്രിമാരും ആലോചിച്ച് ഇനി അനുയോജ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചാലും. വാനരശ്രേഷ്ഠനായ ഇവൻ ഒരു സാധാരണക്കാരനല്ല. ശത്രുക്കൾക്കെല്ലാം കാലനെ പോലെ ഭയങ്കരനായ ഒരുവനാണ്. തന്റെ മകനെ ഈ വാക്കുകൾ കേട്ട രാവണൻ അടുത്തു നിന്ന മന്ത്രിയായ പ്രഹസ്തനോട് ആലോചിച്ച് ഇപ്രകാരം പറഞ്ഞു. ഇവൻ ഇവിടെ വന്നതിനുള്ള കാരണം എന്താണെങ്കിലും എവിടെ നിന്നാണ് ഇവന്റെ വരവ് എന്നുള്ളതും അശോകവനവും അതിന് കാവൽ നിന്നവരെയും അതുപോലെ മറ്റ് രാക്ഷസന്മാരോടും അവൻ വലിയ ബലത്തോടെ തകർത്തു തരിപ്പണമാക്കിയതും അവൻ ആരുടെ ദൂതനായിട്ടാണ് വന്നത് എന്നുള്ളതും നീ ഇവനോട് ഉടൻ തന്നെ ചോദിച്ച് മനസ്സിലാക്കൂ എന്ന് രാവണൻ പറഞ്ഞത് കേട്ട് മന്ത്രിയായ പ്രഹസ്തനും വായുപുത്രനായ ഹനുമാനോട് വിനയവും നീതിയും ബഹുമാനത്തോടും പുലർത്തിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു. ഹേ വാനര, നിന്നെ ആരയച്ചിട്ടാണ് നീ ഇവിടെ വന്നത്? രാജസഭയിൽ വെച്ച് നീ എന്നോട് സത്യം എന്താണെന്ന് പറയൂ ബുദ്ധിമാനെ. നിന്നെ ഞങ്ങൾ തീർച്ചയായും വെറുതെ വിട്ടയക്കാം. മനസ്സിലുള്ള സകല ഭയവും നീ ഉപേക്ഷിച്ചു കൊള്ളുക. നോക്കുക, ബ്രഹ്മസഭയ്ക്ക് തുല്യമായ രാജ്യസഭയാണിത്. വ്യാജവാക്കുകൾക്കോ അധർമ്മ പ്രവൃത്തികളോ ഇവിടെ ഉണ്ടാകില്ല. ഈ ലങ്കേശന്റെ രാജ്യത്ത് അങ്ങനെയൊന്നും സംഭവിക്കില്ല. രാക്ഷസ സേനാപതിന്റെ ഈ ചോദ്യങ്ങൾ വായുപുത്രനായ ഹനുമാൻ ശാന്തനായി കേട്ടതിനു ശേഷം തന്റെ മനസ്സിൽ രഘുകുല ശ്രേഷ്ഠനായ ശ്രീരാമദേവനെ വീണ്ടും ധ്യാനിച്ച് പുഞ്ചിരിയോടെ വളരെ പതിയെ ഇപ്രകാരം പറഞ്ഞു. ഹേ നീതിമാനായ പ്രഭോ, വ്യക്തവും വിശദവുമായി എൻ്റെ വാക്കുകൾ കേട്ടാലും സർവപൂജനായ ശ്രീരാമന്റെ ദൂതനാണ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളുക. ലോകനാഥനും ഇന്ദ്രനാൽ പൂജിക്കപ്പെടുന്നവനുമാണ് എൻ്റെ യജമാനൻ. അവൻ പുണ്യപുരുഷനും പുരുഷോത്തമനും പരമരൂപിയുമാണ്. അനന്തശേഷന്റെ മുകളിൽ ശയിക്കുന്നവനും നിർമ്മലനും അഖിലാണ്ട നായകനുമാണ്. അസുരന്മാരുടെ ഉപദ്രവം മൂലമുള്ള ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകുന്നവനാണ്. ശിവഭഗവാന്റെ ഹൃദയമാകുന്ന മണിമാളികയിൽ വസിക്കുന്നവനും ശിവനാൽ സേവിക്കപ്പെടുന്നവനും പഞ്ചഭൂതാത്മജന്മാരും ഗരുഡനെ വാഹനമാക്കിയവനും ജനനമില്ലാത്തവനുമായ മാധവനാണ് അവൻ. ഭൂമിപാലകനായ ശ്രീരാമ ഭഗവാൻ തന്റെ പിതാവായ ദശരഥന്റെ വാക്ക് സത്യമാക്കി തീർക്കുവാൻ വേണ്ടി പരിശുദ്ധനായ അവൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. സീതാദേവിയോടും അനുജനായ ലക്ഷ്മണനോടുമൊപ്പം വനത്തിൽ കഴിയുന്ന നാളുകളിൽ നീ ചെന്ന് സീതാദേവിയെ കവർന്നു കൊണ്ടുവരില്ലേ? ഇവിടെ നിന്റെ മരണത്തിന് കാരണമായി തീർന്നത് ബ്രഹ്മാവിനാൽ വിധിക്കപ്പെട്ട ഈ വിധി മാത്രമാണ്. അതിനുശേഷം ദശരഥപുത്രനായ ശ്രീരാമൻ മതംഗ ആശ്രമത്തിൽ ചെന്ന് അത്യന്തം ദുഃഖത്തോടെ തന്റെ അനുജനോടൊപ്പം എത്തിച്ചേർന്നു. സൂര്യപുത്രനായ സുഗ്രീവനുമായി അഗ്നിസാക്ഷിയായി സഖ്യം സ്ഥാപിച്ചു. വളരെ താല്പര്യത്തോടെ അത് ചെയ്തതിനു ശേഷം ഇന്ദ്രപുത്രനായ ഭാര്യയെ ഒരൊറ്റ അമ്പുകൊണ്ട് വധിച്ച് സൂര്യപുത്രനായ സുഗ്രീവനെ കിഷ്കിന്ധ രാജ്യം നൽകി അനുഗ്രഹിച്ചു. സുഗ്രീവൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മനോഹരമായി വണങ്ങി തനിക്ക് കിട്ടിയ രാജ്യാധിപത്യം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനായി സുഗ്രീവൻ എല്ലാ ദിശകളിലേക്കും 100,000 വരുന്ന വാനരവീരന്മാരെ സ്നേഹത്തോടെ പറഞ്ഞയച്ചു. ആ കൂട്ടത്തിൽ വന്ന ഞാൻ ഇവിടെ എത്തി സീതാദേവിയെ കണ്ടു. ഇവിടുത്തെ അശോകവനത്തിലെ മരങ്ങൾ ഞാൻ തകർത്തത് ഞങ്ങൾ വാനരന്മാരുടെ സ്വാഭാവികമായ സ്വഭാവം കൊണ്ടാണ് പ്രഭു. യുദ്ധത്തിൽ രാക്ഷസന്മാരെ കൊല്ലേണ്ടി വന്നത് എന്നെ കൊല്ലാനായി അവർ വന്നതുകൊണ്ടാണ്. മരണഭയം മനസ്സിലില്ലാതെ ഒരു ജീവിയും ഈ ഭൂമിയിലില്ല എന്ന് തീർച്ചയാണല്ലോ. ഹേ രാവണ, സകല ലോകങ്ങളിലും തങ്ങളുടെ ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് താല്പര്യപൂർവ്വം ആളുകൾ അവരെ വേണമെങ്കിലും വധിക്കുവാൻ പോലും മടിക്കാത്തത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ശരീരം ജീർണിച്ചതാണെങ്കിൽ പോലും ജീവികൾക്ക് തങ്ങളുടെ ശരീരത്തോട് വലിയ പ്രിയമായിരിക്കുമെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ മകനായ ഇന്ദ്രജിത്തിന്റെ കൈയിൽ നിന്നുമെയ്ത ബ്രഹ്മാസ്ത്രത്താൽ ഞാൻ അവിടെ ഒരല്പസമയം ബന്ധിക്കപ്പെട്ടു എന്നത് നേരാണ്. എന്നാൽ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെ വരം നൽകിയ പ്രഭാവം കാരണം എനിക്ക് എൻ്റെ ശരീരത്തിൽ യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുകയില്ല.
എനിക്ക് ഒരിക്കലും അപമാനമോ ഭരണമോ സംഭവിക്കുകയുമില്ല. എങ്കിലും ബന്ധിക്കപ്പെട്ടവനെ പോലെ അഭിനയിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ വരാൻ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്, നീ കേട്ടാലും. നിനക്ക് ഹിതമായ ഉപദേശം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ അറിവ് കുറവുള്ള ആളുകൾക്ക് ഉള്ളിലുള്ള അജ്ഞാനത്തെ ജ്ഞാനികളായവർ മാറ്റിക്കൊടുക്കണം. അത് ഈ ലോകത്തിൽ കരുണയുള്ളവരുടെ ധർമ്മമാണെന്ന് കരുതിക്കൊള്ളൂ. അതുകൊണ്ടാണ് മോക്ഷദായകമായ ആത്മീയ ഉപദേശം ഞാൻ നിനക്ക് നൽകുന്നത്. ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ഗതിയെക്കുറിച്ചും അതിന്റെ വഴികളെക്കുറിച്ചും മനസ്സിൽ ചിന്തിച്ചു നോക്കുക. അജ്ഞാനമാകുന്ന ആഴക്കടലിൽ നീ മുങ്ങിപ്പോകരുത്. ഹേ രാവണ, നിന്റെ മനസ്സിലുള്ള ക്രൂരമായ രാക്ഷസ ബുദ്ധിയെ ഉപേക്ഷിച്ചാലും ദൈവികവും സാത്വികവുമായ വഴിയെ നീ അഭയം പ്രാപിക്കുക. അത് ജനന മരണങ്ങളാകുന്ന ഭയത്തെ നശിപ്പിക്കും, തീർച്ചയാണ്. അല്ലാതെ മറ്റ് അജ്ഞാന ബുദ്ധികൾ നമ്മെ സംസാര സാഗരത്തിൽ പെടുത്തും. അമൃതതുല്യവും പരിശുദ്ധവുമായ പരമാത്മജ്ഞാനത്തിന് അനുയോജ്യനായ അതിശ്രേഷ്ഠവും അദ്ഭുത സ്വഭാവവുമായ ആളാണല്ലോ ഭഗവാൻ. തത്വജ്ഞാനം കൊണ്ട് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉടൻ തന്നെ നീ മാറ്റിയാലും കാമം, കോപം, ദ്വേഷം, ലോഭം, മോഹം തുടങ്ങിയ ദുർഗുണങ്ങളെ ബ്രഹ്മാവിന്റെ വംശത്തിൽ ജനിച്ച മഹാജ്ഞാനിയുടെ പൗത്രനായതുകൊണ്ട് നീ ഈ രാക്ഷസീയമായ ദുഷ്പ്രകൃതി സ്വീകരിക്കരുത്. അസുരൻ, ദേവൻ, മനുഷ്യൻ, പക്ഷി, മൃഗം, പാമ്പ് എന്നീ വ്യത്യാസങ്ങൾ ശരീരമാണ് ആത്മാവ് എന്ന തെറ്റായ ബുദ്ധിയെ നീ ഉപേക്ഷിച്ചാലും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് വശപ്പെടുമ്പോഴാണ് മനുഷ്യർ ബന്ധനസ്ഥനാകുന്നത്. പ്രാണമോ ശരീരമോ അല്ല ആത്മാവ് എന്ന് നീ മനസ്സിലാക്കുക. ആത്മാവ് അമൃത സ്വരൂപനും ജനനമില്ലാത്തവനും നിർമ്മലനും ഭയമില്ലാത്തവനും നാശമില്ലാത്തവനും ആനന്ദം നിറഞ്ഞവനും ഏകനും പരമനും കേവല സ്വരൂപിയുമാണ്. ഉഭയമില്ലാത്തവനും അളക്കാനാവാത്തവനും രൂപമില്ലാത്തവനും ദുഃഖങ്ങളില്ലാത്തവനും ഗുണങ്ങൾക്കതീതനും നിഷ്കളങ്കനും മമതയില്ലാത്തവനും പരിശുദ്ധാത്മാവുമാണ് ആത്മാവ്. സകല നിയമങ്ങൾക്ക് മേലെ നിലകൊള്ളുന്നവനും അനന്തനുമായ ആ പ്രഭു എപ്പോഴും രൂപമില്ലാത്തവനും ആത്മസ്വരൂപനും പരബ്രഹ്മാവുമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദേവന്മാർക്ക് പോലും അറിഞ്ഞെടുക്കുവാൻ കഴിയാത്തവനാണ് അവൻ. വേദാന്തങ്ങൾ അറിയുന്ന ജ്ഞാനികൾക്ക് മനസ്സിലാകുന്നവനും അജ്ഞാനികൾക്ക് അറിയാൻ സാധിക്കാത്തവനുമാണ്. ഹേ രാവണ, കാണപ്പെടുന്ന ഈ സകല ജഗത്തും മായയാണെന്ന് നീ മനസ്സിലാക്കുക. ആത്മാവ് സച്ചിദാനന്ദമയനും സത്യബോധമുള്ളവരും ശാശ്വതനുമാണ്. ഈ കാണുന്ന സകല ലോകവും ജഡവും അനിത്യവുമാണെന്ന് നീ അറിയുക. ജനനം, മരണം, വാർദ്ധക്യം, മരണം തുടങ്ങിയ ദുഃഖങ്ങളാൽ നിറഞ്ഞതാണ് ഈ ലോകം. പരമപുരുഷനായ ഭഗവാനിൽ നിന്നുണ്ടാകുന്ന ഈ മായയെ സ്വന്തം ആത്മാവിലൂടെ അറിഞ്ഞ് നീ തെളിഞ്ഞ് പ്രകാശിക്കുക. നിനക്ക് പരമപദം ലഭിക്കുന്നതിനായുള്ള ഉത്തമമായ ഉപദേശം ആലോചിച്ച് മനസ്സിലാക്കി ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നുണ്ട്. മനസ്സിൽ ഇടതടവില്ലാതെ അതിരറ്റ ഹരിഭക്തി കൊണ്ട് മാത്രമേ ആത്മവിശുദ്ധി ഉണ്ടാകൂ എന്ന് ഉറപ്പാണ്. മനസ്സിലെ അഴുക്കുകളെല്ലാം മാറി മനസ്സ് അത്യധികം പരിശുദ്ധമാകുമ്പോൾ ജ്ഞാനികൾക്ക് ലഭിക്കുന്ന പരമമായ തത്വജ്ഞാനം പെട്ടെന്ന് ഉദിച്ചുയരും. ഏറ്റവും നിർമ്മലമായ മനസ്സിൽ ഭഗവത് തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ പരമാനന്ദത്തിന്റെ കേവലമായ അനുഭവവും വിശ്വാസവും കൈവരും. രാക്ഷസന്മാരാകുന്ന വനത്തെ ദഹിപ്പിക്കുന്ന മന്ത്രാക്ഷര ജോഡിയായ രാമരാമ എന്ന് എപ്പോഴും ജപിക്കുകയും ചെയ്യുക. ഹേ മൂഢ, ഭൗതിക സുഖങ്ങളിലുള്ള ആഗ്രഹം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉടൻ തന്നെ ഉപേക്ഷിച്ച് ശ്രീരാമദേവന്റെ തൃപ്പാദങ്ങളിലുള്ള ധ്യാനം ഉള്ളിൽ ദൃഢമാക്കുകയും ചെയ്യുക. മനസ്സിൽ അല്പമെങ്കിലും അറിവും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അത് ആഗ്രഹിക്കേണ്ടതാണെന്നതിൽ ഉടൻ തന്നെ നീ ഭയത്തെയും ഭേദചിന്തകളെയും അകറ്റുന്നതും ഭക്തന്മാർക്ക് പ്രയോജനപ്പെടും. കോടി സൂര്യന്മാർക്ക് തുല്യം പ്രകാശിക്കുന്നവനുമായ വിഷ്ണു ഭഗവാന്റെ പാദപത്മങ്ങളെ, ആ ഭഗവാന്റെ മനോഹരമായ പാദയുഗങ്ങളെ നീ ഉടൻ തന്നെ നിന്റെ അജ്ഞാനവും അഹങ്കാരവും കളഞ്ഞ് ഭജിച്ചു കൊള്ളുക. മനസ്സിലുള്ള എല്ലാ ദുർഗുണങ്ങളും കുസൃതികളും ഉപേക്ഷിച്ച് വൈകുണ്ഠ ലോകത്തേക്ക് പോകുവാനുള്ള വഴി നീ അന്വേഷിക്കുക. അന്യന്റെ ധനത്തിലും ഭാര്യയിലും ആഗ്രഹം വെച്ച് എപ്പോഴും വെറുതെ പാപം സമ്പാദിച്ച് അധോഗതിയിലേക്ക് നീ വീണു പോകരുത്. താമരയിതൽ പോലുള്ള കണ്ണുകളുള്ളവനും സകല ലോകങ്ങൾക്കും നാഥനുമായ മാധവനെ, ശരണാഗതനെ കാത്തുരക്ഷിക്കുന്ന നാരായണ ഭഗവാനെ, പരമപുരുഷനും പരമാത്മാവും അദ്വൈത സ്വരൂപനുമായ ഭഗവാനെ എപ്പോഴും അത്യന്തം ഭക്തിയോടെയും വിശ്വാസത്തോടെയും കൂടെ സേവിക്കുക. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് ശരീരം പ്രാപിച്ചുകൊള്ളുക. ശ്രീരാമനോടുള്ള ശത്രുതയൊക്കെ ഉപേക്ഷിച്ച് മനസ്സിൽ സന്തോഷമുള്ളവനായി ജീവിക്കുക. മനസ്സിന് എന്തെങ്കിലും കളങ്കമോ നിശ്ചിന്തയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും ആരോട് കാരുണ്യമില്ലാത്തതിനായി തീരും. എന്നാൽ ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ അവന് കൂട്ടുകാരാ
രണ്ടാമതൊരു ജന്മം ഉണ്ടാവുകയേ ഇല്ല. സനകൻ തുടങ്ങിയ മഹർഷിമാരുടെ ഈ വാക്കുകൾ നീ ഓർമ്മയിൽ വെച്ചുകൊള്ളുക. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ സമ്മതിച്ച സത്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അമൃതനും തുല്യമായ ഈ വാക്കുകൾ വായുപുത്രനായ ഹനുമാൻ പറഞ്ഞത് അത്യുഗ്രമാണെന്ന് കോപത്തോടെയാണ് രാവണൻ കേട്ടത്. തന്റെ 20 കണ്ണുകളിൽ നിന്നും തീപ്പൊരി ചിതറുന്ന വിധത്തിൽ ഉടൻ തന്നെ കണ്ണുകൾ നന്നായി ഉരുട്ടിപ്പറിച്ച് രാവണൻ ഇപ്രകാരം പറഞ്ഞു: എള്ള് ചിതറുന്നത് പോലെ ഇവനെ ഉടനെ വെട്ടി നുറുക്കുവിൻ. ഇത്രയും വലിയ ഒരു ധിക്കാരം ഞാൻ ഇതുവരെ ആരോടും കണ്ടിട്ടില്ല. എന്റെ മുന്നിൽ വന്ന് എനിക്ക് തുല്യമായി ഒപ്പത്തിനൊപ്പം ഇരുന്ന് സംസാരിക്കാൻ മറ്റെന്തെങ്കിലും ജീവി ധൈര്യപ്പെടുമോ? ഇവനിൽ യാതൊരു ഭയമോ വിനയമോ കാണാനില്ല. പാപിയും ദുഷ്ടനും വാശിക്കാരനുമാണ് ഇവൻ. രാമൻ എന്ന് നീ പറയുന്ന ആളെക്കുറിച്ച് എന്നോട് പറയൂ. കാട്ടിൽ കഴിയുന്ന ആ സുഗ്രീവൻ എന്നാൽ ആരാണ്ടാ? അവരെയും അതിനുശേഷം സീതയെയും അത്യന്തം ദുഷ്ടനായ നിന്നെയുമെല്ലാം ഞാൻ കൊല്ലും. രാവണന്റെ ഈ വാക്കുകൾ കേട്ട് കോപിഷ്ഠനായി പല്ലുകടിച്ച് വാനരശ്രേഷ്ഠനായ ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു: നിന്റെ മനസ്സിലുള്ള ചിന്ത വളരെ കൊള്ളാം. നീ നിന്നോട് എതിർത്തു നിൽക്കാൻ 100,000 അതായത് ലക്ഷക്കണക്കിന് രാക്ഷസ രാജന്മാരായ ആളുകൾ ഒന്നിച്ചു ചേർന്ന് വന്നാലും, അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള ഒന്നിലധികം രാവണന്മാർ ഒന്നിച്ചു വന്ന് എതിർത്താലും അത് ഉറപ്പായും എൻ്റെ ഒരു ചെറുവിരലിന്റെ ശക്തിക്ക് പോലും തുല്യമാകില്ല. പിന്നെയാണോ എടോ ദുഷ്ട നീ എന്നോട് എന്തെങ്കിലും ചെയ്യുവാൻ പോകുന്നത്? വായുപുത്രന്റെ മറുപടി കേട്ട് രാവണൻ അടുത്തു നിന്ന രാക്ഷസന്മാരോട് ഉടൻ തന്നെ പറഞ്ഞു: ഇവിടെ ആയുധം ധരിച്ച രാക്ഷസന്മാരാലും ഇല്ല. ഈ കള്ളനെ തല്ലിക്കൊല്ലാൻ ചെന്ന് പറയൂ. ആ സമയത്ത് ഉടൻ രാക്ഷസൻ ഹനുമാനെ കൊല്ലാനായി അടുത്തേക്ക് വന്നു. അപ്പോൾ വിഭീഷണൻ രാവണനോട് പതുക്കെ ഇപ്രകാരം പറഞ്ഞു: അരുതരുത്. ദൂതനായി വന്നവനെ കൊല്ലുന്നത് വലിയ പാപമാണ്. രാജാക്കന്മാർക്ക് അനുയോജ്യമായ പ്രവൃത്തിയാണെന്ന് ആരാണ് ഉപദേശിച്ചു തന്നത്? നമ്മൾ ഇവനെ ഇവിടെ വെച്ച് പെട്ടെന്ന് കൊന്നുകളഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ ശ്രീരാമൻ എങ്ങനെ അറിയാനാണ്? അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും അടയാളം വികലമാക്കി ഉണ്ടാക്കി നാം തിരികെ അയക്കുകയല്ലേ ഒരു രാജാവിന്റെ ഉചിതമായ പ്രവൃത്തി. രാജസഭയിൽ വെച്ച് രാവണന്റെ സഹോദരനായ വിഭീഷണന്റെ ഈ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് രാവണൻ ഉടൻ തന്നെ ഇപ്രകാരം പറഞ്ഞു: കുരങ്ങൻ മുഖമോ കൈകാലുകളോ അല്പം വീരത്തിൽ ഇരിപ്പിടം. വാനരന്മാർക്ക് അവരുടെ വാലിലാണ് ശൗര്യവും അഭിമാനവും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവന്റെ വാലിൽ തുണികൾ നന്നായി ചുറ്റി തീ കൊളുത്തിയിട്ട് ഈ നഗരത്തിൽ എല്ലായിടത്തും രാക്ഷസവീരന്മാർ ഇവനെ കൊണ്ടു നടന്ന് മേളവാദ്യങ്ങൾ കൊട്ടി രാത്രിയിൽ വന്ന കള്ളനാണ് ഇവൻ എന്ന് എല്ലാ ദിശകളിലും എല്ലാവരും കേൾക്കത്തക്ക വിധം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവനെ തെരുവുകളിലൂടെ നടത്തിക്കുക. സ്വന്തം കുലത്തിന് നാശം വരുത്തുന്ന ഇവൻ ഒരു തേജസ് ഇല്ലാത്തവനാണെന്ന് മനസ്സിലാക്കി അവന്റെ വാനരക്കൂട്ടത്തിൽ നിന്നും മറ്റുള്ളവർ അവനെ പുറത്താക്കിക്കൊള്ളും. എള്ളെണ്ണ, നെയ്യ് തുടങ്ങിയവയിൽ മുക്കിയ തുണികൾ കൊണ്ട് രാക്ഷസന്മാർക്ക് അതിവേഗത്തിൽ ഹനുമാന്റെ വാലിൽ ചുറ്റാൻ തുടങ്ങി. ആ സമയത്ത് അളവറ്റ ബലമുള്ളവനും ചടുലനുമായി അവിടെ നിന്ന ആ വാനരന്റെ വാൽ അപ്പോൾ തന്നെ വളരെ നീളത്തിൽ നീളുവാൻ തുടങ്ങി. നഗരത്തിലുള്ള സകല തുണികളും തീർന്നു പോയിട്ടും ഹനുമാന്റെ വാൽ പിന്നെയും ബാക്കി നീളത്തിൽ കിടന്നു. വീടുകളിലും കൊട്ടാരങ്ങളിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പട്ടുതുണികൾ വരെ അന്വേഷിച്ചു കൊണ്ടുവന്ന് രാക്ഷസന്മാർ ചുറ്റിക്കൊണ്ടിരുന്നു. അതും ഉടൻ തന്നെ തീർന്നു പോയിട്ടും വാൽ ബാക്കിയാക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെവിടെയും ഇവിടെയുമെല്ലാം പോയി കൂടുതൽ തുണികൾ കൊണ്ടുവന്നു. എള്ളെണ്ണയിലും നെയ്യിലും നന്നായി മുക്കിയ വസ്ത്രങ്ങൾ, വില കൂടിയ പട്ടുതുണികൾ അവർ വീണ്ടും ചുറ്റി. രാജ്യത്തുള്ള വസ്ത്രങ്ങളെല്ലാം ഇതിനായി എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ തുണിയൊന്നുമില്ല. എണ്ണയും നെയ്യും എല്ലാം പൂർണ്ണമായും തീർന്നുപോയി. ഇത്രയും മതി, പരമപരിശുദ്ധനായ ഇവൻ എത്രയും ദിവ്യനായ ഒരാളാണെന്ന് കണ്ടുപിടിക്കാം. ഇത് ലങ്കയുടെ നാശത്തിനാണ് എന്ന് ചിലർക്ക് തോന്നിത്തുടങ്ങി. ഇനി ഈ വസ്ത്രങ്ങൾ തീ കൊടുത്തു, ഇനി ഈ വാലിൽ ഉടൻ തന്നെ തീ കൊളുത്തുവിൻ, ഒട്ടും വൈകിക്കരുത്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.